മഴത്തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി കവിത പോലെ മാർഗരറ്റ്, ഞാൻ പറഞ്ഞ മാറ്റർ ഒന്നും കൂടെ റെഫർ ചെയ്തേക്കൂ. പ്രോജക്ട് റിപ്പോർട്ടിലൂടെ സബ്മിറ്റ് ചെയ്യാനുള്ളതാ. ഓക്കെ? മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. രണ്ടൊന്ന് പേപ്പേഴ്സ് സൈൻ ചെയ്യാനുണ്ടായിരുന്നു. പെട്ടെന്നുണ്ടാവുന്ന ചില മിന്നൽ പണിമുടക്ക് ചിലർക്ക് ദ്രോഹവും ചിലർക്ക് വലിയ അനുഗ്രഹവുമായി മാറാറുണ്ട്. എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇന്നലെ ബസ് സ്ട്രൈക്ക് ആയിരുന്നല്ലോ. വീട്ടിലേക്ക് പോവാൻ കുറെ താമസിച്ചു എന്നറിഞ്ഞു. പിന്നെ ഒപ്പം കറങ്ങാൻ കൂടെ ആ സിയെ ഉണ്ടായിരുന്നുകൊണ്ട് വേണിക്ക് എന്തായാലും ബോറടിച്ചു കാണില്ല. നല്ല സ്മാർട്ട് പയ്യനാ സിഐ. എന്തായാലും വേണി ഞാൻ വിചാരിച്ച പോലെ അല്ല. വമ്പൻ കക്ഷികളുമായിട്ടാ കമ്പനി. കാണുന്ന പോലെ അല്ല അല്ലേ? ഒരു വലിയ മനസ്സിന്റെ ഉടമയാ. ചില തൊട്ടാവാടി പെണ്ണുങ്ങളുണ്ട്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പിണക്കവും പരാതിയും നിന്ന് കിണുങ്ങലും. അതൊക്കെ കാണുമ്പോഴാ പിന്നൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. വേണി പിന്നെ വളരെ ഫ്രീ മൈൻഡ് ആയതുകൊണ്ട് ആ വക പ്രശ്നമൊന്നും കാണൂലല്ലേ? സർ പ്ലീസ്, ആ ഫയലൊന്ന് ഒപ്പിട്ട് തന്നാ മതി. എനിക്ക് പോണം. ഇറ്റ്സ് ഓക്കെ. ഇത് പിന്നെ എന്റെ ഡ്യൂട്ടി അല്ലേ. പോയിക്കോളൂ, ഞാൻ കൊടുത്തേച്ചേക്കാം. അല്ല, ഈയുള്ളവനെയും ഒന്ന് പരിഗണിച്ചേക്കണേ. ഒരു വാക്കോ ഒരു നോട്ടോ മതി അവക്ക് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചെടുക്കാൻ. അതുകൊണ്ട് എല്ലാറ്റിനും ഇനിയൊരു ശ്രദ്ധ വേണം. അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയണോ? നീ മിടുക്കിയാണെന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചതാ. ഡോൺ വറി, ഈ മാർഗ്രറ്റ് എല്ലാം കണ്ടറിഞ്ഞു നിന്നോളാം. പിന്നെ ഒരു കാര്യം കൂടി, എനിക്ക് വേണമെങ്കിൽ അവളെ പറഞ്ഞു വിടാമായിരുന്നിട്ടും ഇവിടെ അപ്പോയിന്റ് ചെയ്തത് ദയ തോന്നിയിട്ടൊന്നുമല്ല. എനിക്കറിയാം, സാറിന് അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന പ്രകൃതാണല്ലോ. ഇക്കാര്യത്തിൽ മാർഗ്രറ്റിന് നോ ജലസി. മാത്രല്ല ഫുൾ സപ്പോർട്ടും വേണം. നിന്റെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ. സാറെന്താ ഉദ്ദേശിക്കുന്നേ? ഞങ്ങൾ തമ്മിൽ ചില പഴയ കണക്കുകൾ പറഞ്ഞു തീർക്കാനുണ്ട്.
ഓരോ നിമിഷവും എൻ്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാനാ ഞാൻ അവളെ ഇവിടെ അപ്പോയിന്റ് ചെയ്തത്. ഇല്ലാത്ത തെറ്റുകളുണ്ടാക്കി എനിക്കവളെ ഹരാസ് ചെയ്യണം. അതിന് നിന്റെ സഹായം എനിക്ക് വേണം. ഉം. ഓരോ ദിവസവും ഓരോ ഇഷ്യൂസെങ്കിലും അവളുടെ പേരിലുണ്ടാക്കി നീ അവളെ എൻ്റെ മുമ്പിലെത്തിക്കണം. ഏറ്റു സാർ. സാറിന് വേണ്ടി ഈ മാർഗ്രറ്റ് എന്തിനും തയ്യാർ. ഒന്ന് കാണേണ്ടതായിരുന്നു എന്റെ ചേട്ടാ അയാളുടെ ഒരു കോലം. ഇരുന്ന് നടക്കുന്ന ഭിക്ഷക്കാർ എത്രയോ ഭേദാ. നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി നാട് തെണ്ടി നടക്കുക ഒരു മുറുക്ക് ഭരണിയും കൊണ്ട്. ഇപ്പൊ മുറുക്ക് ഭരണിയല്ലേ, നീ നോക്കിക്കോ, നാളെ പിച്ചച്ചട്ടി ആയിരിക്കും അവന്റെ കയ്യില്. തീർന്നില്ല. പിച്ച തെണ്ടി തെരുവി കിടന്ന് ചാവണം. ചത്തു പുഴുവരിക്കുമ്പോ കൊത്തിവലിക്കാൻ കുറെ കാക്കകളും തെരുവു പട്ടികളും. അയാൾക്കുള്ള ശവമഞ്ചം പഞ്ചായത്ത് വണ്ടിയായിരിക്കണം. ആ ശവോടൊക്കെ കണ്ടിട്ട് വേണം എനിക്ക് താലി ഊരി വലിച്ചെറിയാൻ. അതുവരെ ഇത് ഈ കഴുത്തിൽ തന്നെ കിടക്കും. അന്ന് ഞാൻ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് വന്നപ്പോ സംഗതി അല്പം പിഴച്ചു. ഇല്ലെങ്കി പെങ്ങളെ കാൽച്ചുവട്ടിൽ അവനെ ഞാൻ എത്തിച്ചനെ. അതിനുള്ള മാർഗം അതല്ല, നയമാണ്. ആ കുഞ്ഞിനെ എങ്ങനെ സ്വാധീനിക്കാനുള്ള നയം. ഏട്ടൻ നോക്കിക്കോ. സ്നേഹിച്ച് അവളെ ഞാൻ വശത്താക്കും. എന്നിട്ട് അയാളോടുള്ള പക അങ്ങനെ ഞാൻ തീർക്കും. ആ കുഞ്ഞയാളെ വെറുക്കണം, വെറുപ്പിക്കും, വെറുപ്പിച്ച് അടങ്ങും. അപർണയുടെ അടുത്ത ലക്ഷ്യം അതാണ്, അയാളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞ്. ഇപ്പൊ വേദനയ്ക്ക് കുറവുണ്ടോ അച്ഛാ? വയ്യെങ്കി പിന്നെ എന്തിനാ അച്ഛൻ മുറുക്ക് കച്ചവടത്തിനൊക്കെ പോയത്? അമ്മൂമ്മയ്ക്ക് പിന്നെ ഇതിനൊക്കെ നടന്ന് ശീലായി. അമ്മൂമ്മയുടെ പോലൊന്നും അച്ഛന് പറ്റില്ല. എന്താ ഗോപ, എന്താ പറ്റിയത്? ഒന്നുമില്ല, ദേഹമാകെ ചെറിയൊരു വേദന, ചിലപ്പോ വല്ല നീർക്കെട്ടുമായിരിക്കും. എന്തായാലും ഡോക്ടറെ ഒന്ന് കാണായിരുന്നില്ലേ? അത്രയ്ക്ക് അസുഖമൊന്നുമില്ല. ഇല്ലാത്രേ, അച്ഛൻ ഇങ്ങോട്ട് കയറി വരുമ്പോ കാണേണ്ടതായിരുന്നു. വയ്യാതെ പിടിച്ചാ വന്നത്. വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. നടക്കാൻ ഇറങ്ങിയതൊന്നുമല്ല, മുറുക്കും കൊണ്ട് കച്ചവടത്തിന് പോയതാ. നേരാണോ ഗോപ? എത്രയെന്ന് വെച്ചിട്ടാ വെറുതെ ഇരിക്കുക? വല്ലൊരു 10 ഉറുപ്പ്യ കിട്ടിയാ അതെങ്കിലും ആയല്ലോ. എന്നാലും മോൻ എന്തിനാ ഇതിനൊക്കെ നടക്കുന്നേ? വേറെന്തെങ്കിലും ജോലി നോക്കുന്നതാ നല്ലത്. അതിനെന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ? അല്ല, ഇതിനൊക്കെ ഈ കുട്ടിയുള്ളൂ ഇവിടെ. എവിടെ ഇന്ദു? പുറത്തെവിടെയെങ്കിലും കാണും. ഭരണിയും സഞ്ജയൊക്കെയായി പോകുന്ന കണ്ടപ്പോ ഞാൻ കരുതി കച്ചവടം നടത്തി അങ്ങ് മലമറിക്കുമെന്ന്. എന്നിട്ടിപ്പൊ കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ്, വായുവും വലിച്ച്. അവിടെ കിടന്ന് വലിക്കട്ടെ, തിരിഞ്ഞു നോക്കില്ല ഞാൻ. അല്ല, ഗോപൻ അവിടെ കിടന്ന് പ്രാണസഞ്ചാരം എടുക്കുമ്പോ
നിങ്ങളിവിടെ തമാശ പറഞ്ഞിരിക്കുക? ആരെങ്കിലും പറഞ്ഞോ പ്രാണസഞ്ചാരം എടുക്കാൻ? ഒരു പണിയെടുക്കാതെ വെറുതെ ഇരുന്ന് തിന്നുമ്പോ ഉള്ളില് കുറ്റബോധം കാണും. അതിനാ മുറുക്കു സഞ്ചിയൊക്കെ ആയിട്ട് ഇറങ്ങിയത്. ആ വക അടവൊക്കെ അമ്മയുടെ അടുത്ത് നടക്കും, എന്റെ അടുത്ത് ചെലവാവില്ല. കുറച്ചു മേലെനിക്ക് പണിയെടുക്കട്ടെ. മൂക്കുമുട്ട തിന്നാൻ ഇവിടെ സമ്പാദിച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഒന്ന് പതുക്കെ പറ കുട്ടി, അവൻ അപ്പുറത്തുണ്ട്. കേൾക്കട്ടെ. കേട്ടാലെങ്കിലും ഇത്തിരി ചമ്മലുണ്ടാവട്ടെ. ഇത്രയും കാലം എവിടെയായിരുന്നു? ആരാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി വിളിക്കാൻ പറഞ്ഞേ? ഒരു ഗതിയും പരഗതിയില്ലാതെ കേറി വന്നിരിക്ക. എന്താ ഇപ്പൊ ഭാര്യയോട് മോളോട് ഒരു സ്നേഹം? കളി വരണ്ട എനിക്ക്. അരുത് മോളെ, അങ്ങനൊന്നും പറയരുത്. ഒന്നുമില്ലെങ്കിലും നിന്റെ കടിച്ച് താലി കെട്ടിയവനല്ലേ. ഒരു താലി. അയാൾക്ക് അതിന്റെ വില എന്താണെന്നറിയോ? അറിഞ്ഞിരുന്നെങ്കി എന്നോട് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ചതിക്കല്ലേ ആ മനുഷ്യൻ ചെയ്തത്? എല്ലാ പൊറുതിയും കഴിഞ്ഞ് വരുമ്പോ സ്വീകരിക്കാൻ ഞാനെന്താ അയാളുടെ? ഞാനൊന്നും പറയുന്നില്ല. ഹരിമാഷിന്റെ അമ്മ കേൾക്കുന്നുണ്ടാ? അല്ലെങ്കിൽ ഇതൊന്നുമല്ല എന്റെ നാവീന്ന് വരിക. കഴിഞ്ഞത് കഴിഞ്ഞു മോളെ. ഇനി അതൊക്കെ എണ്ണിപ്പറക്കിട്ട് എന്തിനാ? തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ? ഇതൊന്നും തെറ്റല്ല. തെമ്മാടിത്തരാ, ശുദ്ധ തെമ്മാടിത്തരം. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ആട്ടി പുറത്താക്കിയനെ. മോളെ, ഇതിനൊക്കെ പറയേണ്ടതേ ആ ഒറ്റ ഒരുത്തിയാ, ഒരു വേണി. ആ സ്ത്രീയെ ലേളം ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അത് തന്നെയാ എനിക്കും മനസ്സിലാവാത്തെ. ഈ വക വയ്യാവയിലേക്ക് ഇങ്ങോട്ട് തന്നെയാണല്ലോ കേറി വരണേ. ചേച്ചിക്ക് അയാളെ വേണ്ടെന്ന് വെച്ച് എന്തെങ്കിലും ഒരു കണ്ണ് അവര് കണ്ടിട്ടുണ്ടാവൂ. മോളെ, നാക്കിനെല്ലില്ലാന്ന് കരുതി എന്തും വിളിച്ചു പറയരുത്. നിങ്ങളുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയേ വേണി എന്തും ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും കഷ്ടമാണ് നിങ്ങൾ അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഓ, അടുത്ത വക്കാലത്ത് ഇനി ഇവിടെ നിന്നാലേ എനിക്ക് എത്രയാളാ വേണിയെ സപ്പോർട്ട് ചെയ്യാൻ? മോളെ ഇന്ദു, നന്ദിനിയുടെ വർത്തമാനം കേട്ട് നീയും അങ്ങനെ ആവരുത്. നിന്റെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ വേണി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? നിങ്ങൾക്കൊക്കെ നല്ലത് വരണമെന്നേ അവള് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. നിനക്കും അമ്മുക്കുട്ടിക്കും നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാ അവള് ഗോവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. നിന്റെ വയറ്റിൽ പിറന്ന അവന്റെ ഒരു കുഞ്ഞുണ്ട്, അത് നീ മറക്കണ്ട. നാളെ അവളുടെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ഗോപനെ അല്ലാതെ പിന്നെ ആരെയും നീ ചൂണ്ടിക്കാണിക്കും? വീണ് കിടക്കുന്നവനെ അടിക്കുന്നതല്ല കേമത്തം, അനുകമ്പയാ വേണ്ടത്. തെറ്റ് ചെയ്യാത്തവരാരാ ഈ ലോകത്ത്? എല്ലാം മറക്കാനും പൊറുക്കാനും കഴിയണം. അതിനാ മനസ്സുണ്ടാവേണ്ടത്. ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ ഒക്കെ നിന്റെ ഇഷ്ടം. ശരിക്കും പറഞ്ഞ തയ്ച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. താൻ വളച്ചു കെട്ടാത്ത കാര്യം പറ. പാപി ചെല്ലുന്നിടം പാതാളെന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു ഗതികേട്ടില്ല ഞാനിപ്പോ. ഇതുവരെ ഒരു ജോലി കിട്ടാത്തതിന്റെ പ്രശ്നത്തിലായിരുന്നു. കിട്ടിയപ്പോ ചെന്ന് പെട്ടതോ ശത്രുവിന്റെ പാളയത്തിൽ. ശത്രുവിന്റെ പാളയത്തിലോ? നന്ദിനിയുടെ പിറകെ നടക്കുന്ന ഒരു ഗൗരിശങ്കറിനെ കുറിച്ച് മാഷോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അവന്റെ ജ്യേഷ്ഠന MRC ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ മിസ്റ്റർ മോഹനചന്ദ്രൻ. മോഹനചന്ദ്രൻ ഗൗരിശങ്കറിന്റെ ജ്യേഷ്ഠനോ? അതെ മാഷേ. അന്ന് നന്ദിനി അന്വേഷിച്ച് ഗൗരിശങ്കറിന്റെ വീട്ടിൽ ചെന്ന് ഞാൻ കുറെ വിപ്ലവം ഉണ്ടാക്കിയില്ലേ? അന്ന് അയാളുണ്ടായിരുന്നു അവിടെ. അതാ ഇപ്പൊ വലിയ പ്രശ്നമായത്. ആ ദേഷ്യം മുഴുവൻ അയാൾ എന്നോട് തീർക്ക, ഒഫീഷ്യൽ രൂപത്തിൽ. പണ്ടായിരുന്നെങ്കി ഞാനും വിട്ടുകൊടുക്കായിരുന്നില്ല. പക്ഷെ കഷ്ടകാലത്തിന് ഞാനിപ്പോ അയാളുടെ ഒരു കീഴ്ജീവനക്കാരിയെ പോയില്ലേ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരറിഞ്ഞു? എല്ലാം സഹിക്ക, അതേനെ നിവൃത്തിയുള്ളൂ. ആറ്റുനോറ്റ് കിട്ടിയൊരു ഉദ്യോഗ കളയാൻ വളരെ എളുപ്പാ, പിന്നൊന്ന് കിട്ടാനാ പ്രയാസം. അമ്മായിയുടെ കുടുംബത്തെ ഒരു കരയ്ക്കെത്തിച്ചേ പറ്റൂ. അതുവരെ എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ചു നിൽക്കണം, അല്ലാതെ രക്ഷയില്ലല്ലോ. എല്ലാം കൊണ്ട് മനസ്സ് തകർന്ന അച്ഛന് ഏക ആശ്വാസം ഞാനിപ്പോ ഒരു ജോലിക്കാരിയായതാ. അത് കളഞ്ഞു കുളിച്ച് ആ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ. ഒരു കാര്യത്തിലെ സങ്കടമുള്ളൂ, നമ്മളൊക്കെ വിചാരിച്ചിട്ടും അച്ഛന് ഇതുവരെ ജാമ്യത്തിലിറക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോ. പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നവരെ
നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. അത് കഴിഞ്ഞാൽ എന്തായാലും മാഷിക്ക് ജാമ്യം കിട്ടും. നിങ്ങളൊക്കെ തരുന്ന ഈ ആശ്വാസവും ധൈര്യവും അതേ ഉള്ളു കൈമുതലായിട്ട്. ഇവനിതും തോന്നിത്ര ഒരുങ്ങിച്ചമയാൻ സമയം വെറുതെ പോവുകയാണല്ലോ. ഗൗരി, ഗൗരി, ആ വരുന്നു. ഏട്ടന് ഇത്ര വെപ്രാളപ്പെടുന്ന എന്തിനാ? ഏട്ടനെ പോലെയാണോ ഞാൻ? കൊച്ചു പയ്യന്മാർക്ക് ഒരുങ്ങി വരാനേ കുറച്ച് സമയമൊക്കെ എടുക്കും. പിന്നെ സൗന്ദര്യ മത്സരത്തിന് പോവല്ലേ, നിന്ന് മെനക്കെടുത്താതെ വട ചേർക്ക. ഒന്ന് നിന്നേ. എങ്ങോട്ടാ? സന്ധ്യക്ക് രണ്ടാളും കൂടി. ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. ഓ, രണ്ടാൾക്ക് ഒരേ മീറ്റിംഗ് ആണോ? അതെ. എന്നാൽ ഇനി സന്ധ്യ കഴിഞ്ഞിട്ടുള്ള മീറ്റിംഗ് ഒന്നും വേണ്ട. അമ്മേ, ഇത് വളരെ പ്രധാനപ്പെട്ടതാ അല്ലേ ഏട്ടാ? അതെ അതെ, വളരെ പ്രധാനപ്പെട്ടത് മുടങ്ങുന്ന മൂലം ഉണ്ടാകുന്ന നഷ്ടമൊക്കെ ഞാൻ സഹിച്ചോളാം. ഹലോ, എന്താ മോളെ? പ്രശ്നോ? എന്തു പ്രശ്നം? ആ ശരി ശരി, നീ വിഷമിക്കണ്ട. പിന്നെ MRCയുടെ അനന്തരവളാണെന്നുള്ള അഹങ്കാരം ഇത്തിരി കുറയ്ക്കണം. പുന്നാര പെങ്ങളാ ശ്വേത. കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല. ഓരോരുത്തരുടെ ഇഷ്ടം നോക്കി എനിക്ക് പറയാൻ പറ്റുമോ? അല്ലമ്മേ, അവിടെ എന്താ കുഴപ്പം? അവിടെ ആകെ ഒരു കുഴപ്പേ ഉള്ളൂ. നിങ്ങളുടെ പുന്നാര പെങ്ങൾ അവിടെ പഠിക്കുന്നു എന്നുള്ളത്. അല്ല, ഇത്തവണ എത്രയാണമ്മേ ഫൈൻ? 1.25 ലക്ഷമേ. ലാബിൽ ഒരു തമാശ കാണിച്ചതാ. അല്ല, ഈ സെമസ്റ്ററിൽ തന്നെ ഇതിപ്പോ എത്രയായി? ഇവിടെ ഇതിങ്ങനെ തുടങ്ങിയ നിന്റെയൊക്കെ ബുദ്ധിയല്ലേ അവക്കും. അയച്ചു കൊടുക്ക. അല്ല, ഇങ്ങനെ കണക്കില്ലാതെ. കണക്കുണ്ടടാ മോനെ, ഈ അമ്മയ്ക്ക് കണക്കുണ്ട്. അത് ഒത്തു നോക്കുന്നതേ അവളുടെ കല്യാണ സമയത്താ. എന്നാ ഞങ്ങളങ്ങോട്ട് വാടാ. കണ്ടോ, തന്നെ സ്വീകരിക്കാൻ വേണ്ടി അമ്മ വിളക്കുമായിട്ടാ നിൽക്കുന്നേ. പിന്നെ അല്ലാതെ വിളക്കുമായിട്ട് സ്വീകരിക്കാതെ പറ്റുമോ? സമയം ത്രിസന്ധ്യ, കയറി വന്നത് മഹാലക്ഷ്മി. ആഹാ, പോയി പോയി അമ്മയിപ്പ എന്നെ മഹാലക്ഷ്മിയാക്കിയോ? അല്ലടോ, താൻ എൻ്റെ അമ്മയ്ക്ക് വല്ല കൈവശം കൊടുത്തിട്ടുണ്ടോ? അതെന്താ? അല്ല, ഈ വേണി വേണി എന്ന് പറയുമ്പോഴൊക്കെ അമ്മയ്ക്ക് എന്തോ ഒരു പരവേശം. അതാ ഞങ്ങള് തമ്മിലുള്ള സ്നേഹം. മാഷി വിളിച്ചിട്ടല്ലല്ലോ ഞാനിങ്ങോട്ട് വന്നത്. എനിക്ക് അമ്മയെ കാണണമെന്ന് തോന്നി ഞാനിങ്ങോട്ട് കൂടെ പോന്നതല്ലേ. നിങ്ങൾ അങ്ങോട്ടിരിക്കെ, ഞാൻ ഈ വിളക്ക് വെച്ചിട്ട് വരാം. വാ വേണി.